കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇൻഷുറൻസ് ഏജന്റിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കൊമ്പർകുന്ന് സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് രാജസ്ഥാൻ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. 5 പേർ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയാണ് ഭർത്താവിനെ കൊണ്ടുപോയതെന്ന് അബ്ദുൾ റഹ്മാന്റെ ഭാര്യ പറഞ്ഞു. രാത്രി ഒരു 10:40 ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. ആ സമയത്ത് ഒരാൾ തടിച്ചാൾ ബെല്ലടിച്ചോണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ആടെ ഒന്ന് ബെല്ലടിച്ചോണ്ട് ഒന്ന് പോയിട്ട് നോക്കിയാണ്. അങ്ങനെ ഞാൻ ഇത് വന്നിട്ട് നോക്കുമ്പോഴേക്ക് ഇതാ സിയാബ് എന്ന് പറയുന്ന ആൾ അറിയാം, പിന്നെ ഒരു ചക്കൻ അറിയാം, പിന്നെ ഗഫൂറിനറിയാം. അങ്ങനെ ഞാൻ വന്നിട്ട് അറിയുന്ന ആളല്ലേ, ഞാൻ പിന്നെ ഇയാളെ ബെല്ലടിച്ചിട്ട് നമ്മളേക്ക് ഇയാൾ പുറത്ത് വന്നിട്ടാകുമ്പോൾ സിയാബും ഈ ഗഫൂറും പറയുന്ന ആൾ ആ ഡോറിനോടെ കവറാക്കിയിട്ട് ആകുമ്പോഴേക്ക് തന്നെ അവർ മറ്റേ ഒരാൾ യൂണിഫോം ഇട്ടാളും ഒരാൾ സാധാ ഡ്രസ്സിലും പിന്നെ ഒരു 4 കുണ്ണന്മാർ വന്നിട്ട് പൊക്കിയിട്ടിരുന്ന് വെച്ചുകൊണ്ട് പോയിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോയി ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2ാമത് കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ടുമ്പോൾ അവരില്ല. അപ്പോൾ അവിടെ ചോദിച്ചിട്ടാൻ പറഞ്ഞു ഇവിടേക്ക് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല പറഞ്ഞു. അപ്പോൾ അത് പോലീസാ എന്നത് ഞങ്ങൾക്കറിയില്ല, ഒരാൾ യൂണിഫോമിലുണ്ടായി. ഷഫീഖ് നസ്രുള്ള ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. ഷഫീഖ്, ഇതെന്ത് സംഭവിച്ചെന്നാണ് കുടുംബം പറയുന്നത്? മഞ്ചേശ്വരം കൊമ്പർകുന്ന് സ്വദേശി അബ്ദുൾ റഹ്മാനെ ഇന്നലെ രാത്രിയാണ് ഒരു സംഘം വന്ന് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയത്. പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നാണ് ഭാര്യ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇത് തടയാൻ ശ്രമിച്ച തന്നെ തള്ളിയിട്ടതായും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പോലീസാണ് എന്നാണ് ഇവർ ആദ്യം ഈ ഭാര്യയോട് സൂചിപ്പിച്ചിരുന്നത്. പ്രദേശത്തെ പരിചയക്കാരും അവരോടൊപ്പം ഉണ്ടായിരുന്നതായി ഈ പരിസരവാസികളൊക്കെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് എന്താണ് സംഭവമെന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV 5 വീടുകളിൽ 5 സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമാവും ഈ സംഭവം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള യഥാർത്ഥ സൂചന ലഭിക്കുകയുള്ളൂ. ഈ മകന് സാമ്പത്തിക ഇടപാട് സംഘങ്ങളുമായി ബന്ധമുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക ഇടപാട് സംഘം വന്നതാണോ എന്നതടക്കമുള്ള സംശയം ഉണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പിതാവിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മകനുമായി അത് ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ സംഘം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു സൂചന ലഭിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു സംഭവം നടന്നെങ്കിലും വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ സംഘം തങ്ങൾ രാജസ്ഥാൻ പോലീസാണ് എന്നാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിരവധി കേസുകളിൽ പ്രതിയായ ഗഫൂർ എന്ന് പറയുന്ന ആളും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത്തരം ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ഓപ്പറേഷൻ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. അന്തർ സംസ്ഥാന സാമ്പത്തിക ഇടപാട് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അബ്ദുറഹ്മാൻ്റെ മകന് ഈ മണി ചെയിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരമൊരു തട്ടിക്കൊണ്ടു പോകലിലേക്ക് എത്തിയത് എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഏതു സ്വഭാവത്തിലേക്കാണ് ഈ കേസ് എത്തുന്നത് എന്നത് കൂടുതൽ അന്വേഷിച്ച് പറയാൻ കഴിയുമെന്നാണ് മഞ്ചേശ്വരം പോലീസിൽ നമുക്ക് ലഭ്യമായ വിവരം. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും.